ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഴയൊരു ഷോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ്ബോർഡ് പീസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളിതിലൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്നും ചെറിയ 3 റൗണ്ട് പീസുകളാണ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ അടപ്പ് വെച്ച് 3 റൗണ്ട് ഷേപ്പുകൾ ഇതിൽ വരച്ചെടുക്കാം. അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പഴയ ഷാളിൽ നമുക്ക് ആദ്യം ഈ വലിയ റൗണ്ട് പീസ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഷാള് നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഷാള് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് പീസിൽ ഷാളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ഇവിടെ ആയിട്ട് സൂചിയിൽ നൂല് കോർത്തെടുത്തൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ നമുക്കത് നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് തുന്നി കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. പഴയ ഷാള് വെച്ച് നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളതൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴയ ഷാള് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 ചെറിയ റൗണ്ട് പീസിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. പഴയ ഷാളൊക്കെ വെച്ച് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 എണ്ണത്തിലും കൂടെ ചെയ്തെടുക്കണം. അത് 3 നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ മിറർ വർക്കൊക്കെ ചെയ്യാൻ എടുക്കുന്ന ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉൾവശം സിൽവർ കളറുള്ള കവറിൽ നിന്നെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ഷാൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിതിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ ആ ഗ്ലൂവിൻ്റെ നാരുകളൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ചെടുത്തതിൻ്റെ ഇടയിലൂടെ എല്ലാം ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുതിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ കുറച്ച് വണ്ണത്തിലുള്ള ചരടുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരെണ്ണം കുറച്ച് വലുതാണ്, ഇത് രണ്ടും ഒരേ വലിപ്പങ്ങളാണ്. ഇനി നമുക്കിത് 3ഉം ഇതുപോലെ ഇതിൻ്റെ താഴെ ഒന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ നമ്മളത് ഓരോന്നും ഇതിൻ്റെ താഴെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 എണ്ണം കൂടെ നമുക്ക് തുന്നി കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3ഉം ഇതുപോലെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുത് 3 എണ്ണം കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അതും നമ്മൾ അതിലേക്ക് വെച്ച് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ തുന്നിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു ലൈസിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിൻ്റെ ബാക്കിൽ വെച്ച് നമ്മളത് തുന്നി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതും തുന്നി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഴയ ഷാള് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയാറുള്ളത് പോലെ തന്നെ ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.